അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിക്കുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ എന്ന ദില്ലി മുഖ്യമന്ത്രി. അരവിന്ദ് കെജ്രിവാളിന്റെ ഉന്നം എന്താണ്? രാഷ്ട്രീയ നാടകമെന്ന പ്രതിയോഗികളുടെ ആക്ഷേപം ശരിവെക്കുന്ന നടപടിയാണോ അതോ അപ്രതീക്ഷിതമായ തിരിച്ചടി പ്രതിയോഗികൾക്ക് പ്രത്യേകിച്ച് BJP കൊടുക്കാനുള്ള ചാണക്യ നീക്കത്തിന്റെ ഭാഗമായി അതിനെ കാണാമോ? സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ പറഞ്ഞ വ്യവസ്ഥകൾ പലതും ഇനി അങ്ങോട്ട് തുടരാൻ അദ്ദേഹത്തിന് പ്രയാസമുള്ളതാണെന്നും രാജിയല്ലാതെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്നും വിമർശിക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ. സത്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ രാജിയിലേക്ക് തള്ളിവിട്ടത് ജാമ്യ വ്യവസ്ഥകളാണോ? അതിവേഗത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഡൽഹിയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ഇനിയും അവസരങ്ങൾ, സാധ്യതകൾ കാത്തിരിക്കുന്നുണ്ടോ? അതോ അതിനപ്പുറത്തേക്ക് വേറെ രാഷ്ട്രീയ കൗതുകങ്ങളാണോ നമ്മുടെ മുമ്പിലുള്ളത്? ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി ശ്രീ സക്കറിയ മാത്യു, പ്രിൻറ്റു മഹാദേവ് BJP യിൽ നിന്നാണ്. ഒപ്പം കോൺഗ്രസിൻ്റെയും പ്രതിനിധിയെ പ്രതീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനെയും കൂടി. ആദ്യം ശ്രീ സക്കറിയ, ഈ രാജി പ്രഖ്യാപനത്തിന് പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ആദ്യം അജിഷെ, എൻ്റെ പേര് സക്കറിയ അല്ല, സ്കറിയ മാത്യു എന്നാണ്. ഓക്കെ സോറി സ്കറിയ മാത്യു. ഞാൻ തിരുത്തുന്നു. കേട്ടു. ഈ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ രാജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ കരുനീക്കം എന്ന് പറഞ്ഞ അന്ന് ഞെട്ടിക്കുന്ന ഒരു രാഷ്ട്രീയ കരുനീക്കമാണോ അതോ ഇനി ഭരണനിർവഹണം പഴയതുപോലെ തുടരാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു 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 ഗതികെട്ട നടപടിയാണോ? അതെന്താണെന്നറിയുമോ, അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു ഡിക്ഷണറിയാണ്. സാധാരണക്കാർക്ക് തീരെ മനസ്സിലാവാത്ത രാഷ്ട്രീയമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റേത്. കഴിഞ്ഞ 2020 ഡൽഹിയിൽ 63 സീറ്റുമായിട്ടാണ് ആം ആദ്മി പാർട്ടി 90% സീറ്റുകൾ നേടിയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിച്ചത്. അവിടെ ഇപ്പം കേരളം പോലെ ഒരു സ്വതന്ത്ര സംസ്ഥാനമായിരുന്നെങ്കിൽ എത്രയേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അവിടെ LG മൂക്ക് കയറിയിട്ടിട്ട് ഒരു കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാതിരുന്ന ഗവൺമെൻറ് ആയിട്ട് പോലും 200 യൂണിറ്റ് വൈദ്യുതിയും 20,000 ലിറ്റർ വെള്ളവും ജനങ്ങൾക്ക് എല്ലാവർക്കും ചികിത്സാ സഹായം ഫ്രീ ആയിട്ടും കൊടുക്കുന്ന അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെ BJPയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് കാണുന്നത്. ഇന്ത്യ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് ഇതേപോലത്തുള്ള വെൽഫെയർ പൊളിറ്റിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന ഇലക്ഷൻ ഒന്നുകിൽ ഫെബ്രുവരി വരും, അല്ലെങ്കിൽ 2 മാസത്തിനകം അല്ലെങ്കിൽ നവംബറിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കണമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 70 സീറ്റും 100ൽ 100 സീറ്റും 100% സീറ്റുകളും ജയിച്ചുകൊണ്ട് വീണ്ടും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിട്ട് സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചിരിക്കുന്നത്. അല്ലാതെ ആരും പറയുന്ന പോലെ പേടിച്ചിട്ടല്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യമില്ല. സാധാരണ നമ്മൾ കേൾക്കുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ളവരോ മറ്റുള്ളവർ ആവശ്യപ്പെടുമ്പോഴാണ് രാജി. ഹേമന്ത് സോറൻ രാജിവെച്ചത് എപ്പോഴാണ്? ജയിലിലേക്ക് പോകുന്നതിന് മുമ്പാണ്. തിരിച്ചു വന്നപ്പോൾ വീണ്ടും CM ആവുക ചെയ്തത്. പക്ഷേ ഇവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ടാക്ടിക്സ് വേറെയാണ്. മുഴുവൻ സീറ്റ് 70 സീറ്റും ജയിച്ചുകൊണ്ട് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്, ഓരോ തെരുവുകളിലും ചെല്ലുകയാണ്, ഓരോ ഗല്ലികളിലും ചെന്നിട്ട് ജനങ്ങളോട് നേരിട്ട് സംവദിക്കുകയാണ്. നിങ്ങൾ പറ, ഞാൻ അഴിമതിക്കാരനാണെങ്കിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണ്ട. ഇതാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. പക്ഷെ ഞാൻ അഴിമതി ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരും. ഇത്രയും കാര്യക്ഷമമായിട്ട് ഇത്രയും തൻ്റെടത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരാളില്ല. അതിന് കണ്ടുപിടിക്കാനായിട്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനെ അരവിന്ദ് കെജ്രിവാളിന് മാത്രമേ പറ്റത്തുള്ളൂ. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും ഇത്രയും ധൈര്യത്തോടു കൂടി ഇത്രയും നല്ലൊരു തീരുമാനമെടുത്ത് പുറത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. അതാണ് അരവിന്ദ് കെജ്രിവാൾ. ഒരു കാര്യമുള്ളത്, ഇതൊരു കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജനങ്ങളുടെ കോടതിയുടെ മുമ്പിൽ പോയി ജനവിധി തേടുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം.
കേസിന്റെ വഴിക്ക് പോകും. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് കേസ് റദ്ദാവുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കേസ് അവസാനിപ്പിക്കേണ്ടത് നിയമപരമായ മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെയാണ്. ഈ രാജ്യത്ത് എല്ലായിടത്തും പലയിടത്തും രാഷ്ട്രീയക്കാർ മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജയിച്ചവർക്കെതിരെ എല്ലാമുള്ള ആരോപണങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജനവിധി തേടലാണ് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള മാർഗം. ജനവിധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേറെ നോക്കേണ്ടതില്ല എന്ന നിലയെടുക്കുന്നതിന്റെ ഒരു യുക്തി എന്താണ്? ജനവിധി തന്നെയാണ് മാൻഡേറ്റ്, വേറെ ഒന്നുമല്ല. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ആര് ജയിപ്പിക്കണം. അതുകൊണ്ടല്ലേ ജനങ്ങൾ മുമ്പിലേക്ക് പോയിരിക്കുന്നത്. ഞാൻ അഴിമതിക്കാരനാണെങ്കിൽ എന്നെ ജയിപ്പിക്കരുത് എന്ന് പറയാൻ ഗഡ്സുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇന്നിവിടെ ഉണ്ടെന്ന് പറയൂ. അല്ല, അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഏറ്റവും ദുർബലനായി കാണപ്പെട്ട മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ സാധ്യത ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഒരു അത്ഭുതവും കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. കേസ് നിൽക്കുമ്പോഴാണ്. ജനങ്ങളുടെ തീരുമാനം എന്തായിരുന്നു? 2019 ഇത് തന്നെയായിരുന്നു. 2019 BJP 7 സീറ്റുമാണ് ഡൽഹി ജയിച്ചത്. 2019 സാഹചര്യമായിരുന്നില്ല. ഇന്ത്യയിൽ 2024 ഇലക്ഷനിൽ ബിജെപിയുടെ തുടർച്ചയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള BJPയെ ഉത്തർപ്രദേശിൽ പോലും തറപറ്റിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു. പുതിയ രാഷ്ട്രീയ സാഹചര്യം, മോദി ദുർബലനായ സാഹചര്യം, ആ ദുർബലനായ സാഹചര്യത്തെ എൻകാഷ് ചെയ്യാൻ കഴിയാത്ത ആപ്പാണ് ഡൽഹിയിലുള്ള ആപ്പ്. എന്ന് വെച്ചാൽ നിങ്ങൾ കേസിന്റെ നടുക്ക് നിൽക്കുമ്പോൾ ജനവിധിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ജനവിധിയാണ് എല്ലാത്തിനും ഉത്തരം എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കേണ്ടി വരും. കഴിഞ്ഞ MCD ഇലക്ഷന് ജയിച്ചത് ആപ്പാണ്. ആം ആദ്മി പാർട്ടിയാണ് കഴിഞ്ഞ MCD ഇലക്ഷന് ജയിച്ചത്. കഴിഞ്ഞ 10 വർഷമായിട്ട് MCD BJPയുടെ കസ്റ്റഡിയിലായിരുന്നു. അതിലിപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. 2020 ജയിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇത്തവണ രാജിവെച്ചിട്ട് ഇലക്ഷനിലേക്ക് പോവുകയാണ്. അന്നേരം ജനങ്ങൾ തീരുമാനിക്കട്ടെ. കേസിന്റെ വഴിക്ക് പോകട്ടെ. ഈ വന്നിരിക്കുന്ന കേസിനകത്ത് 1% പോലും മെറിറ്റ് ഇല്ല എന്നുള്ളത് സുപ്രീം കോടതി എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നലെ CBIയോട് പറഞ്ഞത് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. കൂട്ടിഴച്ച തത്തയാവലെന്നാണ് CBIയോട് പറഞ്ഞത് ആണല്ലോ. EDയോട് പറഞ്ഞത് എന്താണ്? ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു ഈ കേസുമായിട്ട്? നിങ്ങൾക്കിന് മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ. ഒരു കാരണവുമില്ലാതെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിനെ നിങ്ങൾ ഇതേപോലെ ജയിലിടുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് EDയോട് നേരിട്ട് സുപ്രീം കോടതി ചോദിച്ചതല്ലേ. പിന്നെ മെരിറ്റ് അതിന്റെ വഴിക്ക് പോട്ടെ, കേസന്വേഷണം വഴിക്ക് പോട്ടെ. ഏതായാലും ഇങ്ങനെ ഒരു അഴിമതി ആരോപണം വരുമ്പോ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇനി ഭരിക്കാനില്ല, ജനങ്ങൾ പറയട്ടെ എന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഇന്ത്യയിൽ? അത് അരവിന്ദ് കെജ്രിവാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ജനങ്ങളുടെ മുമ്പിലേക്ക് പോവുകയാണ്. ഈ കേസ് BJP കെട്ടിച്ചമച്ചതാണോ അരവിന്ദ് കെജ്രിവാൾ തനിയെ ചെന്ന് കുടുങ്ങിയതാണോ എന്ന് ജനം പറയുമെന്നാണ്. അല്ല, ഇതിനകത്ത് ഇപ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ രാജിസന്നദ്ധത, അദ്ദേഹം രാജിവെച്ചില്ല. 2 ദിവസത്തിനകം 48 മണിക്കൂറിനകം രാജിവെക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാതൊരു ഗതിയുമില്ലാതെ, ഗത്യന്തരമില്ലാതെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നാടകീയമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഏറ്റവും മിടുക്കനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് കെജ്രിവാൾ. എല്ലാ സമയത്തും നമ്മൾ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു നാടകവുമായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. പക്ഷേ നേരത്തെ ആപ്പിൻ്റെ പ്രതിനിധി പറഞ്ഞത് കെജ്രിവാൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്, ജനങ്ങൾക്കിടയിൽ ഞങ്ങളുടെ സ്വാധീനം ഞങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹത്തിന് അവകാശവാദങ്ങൾ പറയാം. പക്ഷേ ഇന്നത്തെ ഡൽഹിയുടെ സാഹചര്യവും ഇന്ന് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യവും നമ്മളൊന്ന് പരിശോധിക്കണം. ആ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ അന്ത്യത്തിന് തുടക്കമാണ് ഈ പറയാൻ പോകുന്ന സാഹചര്യം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അദ്ദേഹം ജനങ്ങളെ നേരിടും. ജനങ്ങൾ അദ്ദേഹം നേരിട്ടല്ലോ. നിങ്ങൾ നോക്കൂ, അദ്ദേഹം നമ്മുടെ 2024 ഇലക്ഷന് തൊട്ട് മുമ്പാണല്ലോ അദ്ദേഹം വീരോചിതമായിട്ടാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകിയത്. അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നത് മുഴുവൻ ഈ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഡൽഹിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ വലിയ പ്രസ്താവനകൾ നമ്മൾ കണ്ടു, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കണ്ടു. പക്ഷേ ഡൽഹിയിലെ ഇലക്ഷൻ വന്ന സമയത്ത് എന്താണ് ഉണ്ടായത്? നമ്മൾ കൃത്യമായി പറഞ്ഞു. കെജ്രിവാളിൻ്റെ പൊള്ളത്തരങ്ങളും കപടനാട്യങ്ങളും ഡൽഹിയിലെ ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിൽ നോക്കൂ, ഒരുമിച്ച് നിന്നിട്ട് പോലും ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നിട്ട് പോലും ഡൽഹിയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 58 സ്ഥലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നത് BJP ആണ്. ഇപ്പോൾ കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് നേരത്തെ അദ്ദേഹം പറഞ്ഞു 62 സീറ്റാണ് നിയമസഭയിലുള്ളത്. 62 നിയമസഭയിൽ സീറ്റുള്ള കെജ്രിവാളിൻ്റെ മുന്നണിക്ക് സഖ്യത്തിന് 18 സീറ്റാണ് ആകെ കിട്ടിയത്. അവർക്ക് വലിയ നിരാശയില്ല പ്രിന്റു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡിക്കും നിയമസഭയിൽ അരവിന്ദ് കെജ്രിവാളിനും വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകതരം മനസ്സുള്ള മനുഷ്യരുള്ള നാടാണ് ഡൽഹി. അവർ പറയുന്നത് ലോക്കൽ ബോഡിയിലും നിയമസഭയിലും ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നുണ്ട്, അത് ഉറപ്പിക്കാൻ കഴിയുന്നതാണ്. ലോക്സഭയിൽ നിങ്ങൾ എടുക്കും, അതാണ് ഡൽഹിയുടെ സ്വഭാവം. അതുകൊണ്ട്
സത്യത്തിൽ ആപ്പിന് ആ കാര്യത്തിൽ വലിയ ഞെട്ടലോ ആവലാതിയോ ഇല്ല, കാരണം അത് അങ്ങനെ സംഭവിക്കുമെന്നാണ് അവരുടെ ഒരു വിചാരം എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയല്ല. ഇപ്പം 2014 നമുക്കറിയാം ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ രാജിവെച്ചിട്ടുണ്ട്. അന്നതിന് നടപ്പിലാക്കാൻ സാധിക്കാതെ വരും. പക്ഷെ അന്ന് കിട്ടിയിരുന്ന കെജ്രിവാളിൻ്റെ ആദർശ പരിവേഷവും അദ്ദേഹത്തിന് ഇന്ന് ലഭിക്കുന്ന പരിവേഷവും രണ്ടാണ്. അത് നമ്മൾ കാണണം. 2020 സ്ഥിതിയല്ല 2024. അഴിമതിക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി, അഴിമതിക്കെതിരെ വലിയ സമരങ്ങൾ നടത്തിയ വ്യക്തി അവസാനം അഴിമതി കേസിൽ ജയിലിനകത്ത് കിടക്കുകയാണ്. അതും അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ 48 മണിക്കൂർ എന്ന് പറയുന്ന ഒരു സമയം കൊടുത്തിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് മുഖ്യമന്ത്രി അവിടെയുള്ള ബാക്കിയുള്ള MLA-മാരെ ചിന്തിപ്പിക്കാനുള്ള സമയം എന്ന രീതിയിലാണ് 48 മണിക്കൂർ. ആ 48 മണിക്കൂറിനകം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹം നിയമസഭ പിരിച്ചുവിടും. അപ്പോഴും തന്നിലേക്ക് തൻ്റെ പ്രസ്ഥാനവും അല്ലെങ്കിൽ ഡൽഹി തന്നിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കുബുദ്ധിയാണ്. ആ കുബുദ്ധി ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒറ്റയാനാണ്. കഴിഞ്ഞ സമയത്ത് ഇന്ത്യ സഖ്യത്തിന് വലിയ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയല്ലോ, നമുക്കറിയാം. ഡൽഹിയിൽ ആകമാനം ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞില്ല, ആപ്പിന് എന്താണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ പ്രദേശമാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്കറിയാലോ ഇവിടെ പഞ്ചാബിൽ സീറ്റ് കിട്ടിയല്ലോ. അപ്പോൾ പഞ്ചാബിൽ സീറ്റ് അതേ സാഹചര്യമുള്ള സമയത്ത് തന്നെയാണല്ലോ ഡൽഹിയിൽ കിട്ടിയില്ല. അപ്പം ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് കെജ്രിവാൾ എന്ന് പറയുന്ന ബിംബത്തിന് മങ്ങലേറ്റിട്ടുണ്ട്. അദ്ദേഹം ഒറ്റപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കപട നാടകങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത് മദ്യത്തിനെതിരെ പോരാട്ടം നടത്തിയ ആളാണ്. മദ്യത്തിനെതിരെ പോരാട്ടം നടത്തിയ ആൾ മദ്യനയ കേസിനകത്താണ് ജയിലിൽ കിടക്കുന്നത്. പിന്നെ അദ്ദേഹം ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ അടവ് നയമൊന്നുമല്ല. അദ്ദേഹത്തിന് ഗത്യന്തരമില്ലാതെ, കാരണം മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ എത്താൻ സാധിക്കില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്താൻ സാധിക്കില്ല, ഡേ ടു ഡേ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒപ്പിടാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഡൽഹി ഇത്തരത്തിലുള്ള ഒരു ജനങ്ങൾക്കിടയിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നു, ജനങ്ങളാണ് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയും വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. സത്യത്തിൽ ഇത് നമ്മൾ ഇതിനു മുമ്പ് പല ചർച്ചകളും പറഞ്ഞിട്ടുണ്ട്. കെജ്രിവാൾ എന്ന് പറയുന്ന കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള അരാജകത്വവാദിയായിട്ടുള്ള രാഷ്ട്രീയക്കാരന്റെ പതനമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. തടസ്സമുള്ളതായി അറിയില്ല. ഭരിക്കാൻ ഇപ്പൊ അദ്ദേഹം ജയിലിലിരുന്ന് ഭരിച്ചില്ല എന്ന് മാത്രമല്ല, സെക്രട്ടേറിയറ്റിൽ പോകേണ്ട കാര്യമൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ. അദ്ദേഹത്തിന് ഏത് ഓഫീസിൽ നിന്ന് ഭരിക്കാം. നരേന്ദ്രമോദി സെക്രട്ടേറിയറ്റിൽ അല്ല വേറെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് ഭരിച്ചിട്ടുള്ള ആളാണ്. അല്ല, പ്രത്യേക ഓഫീസിൽ നിന്ന് ഭരിച്ചിട്ടുള്ള ആളാണ്. അല്ല അതങ്ങനെയല്ല സാർ. ഇപ്പോൾ അല്ല, അത് പോട്ടെ, നമുക്ക് അടുത്ത ഘട്ടത്തിൽ സംസാരിക്കാം. KP നൗഷാദ് അലി, ഈ രാജിയെ നിങ്ങൾ നിഷ്കളങ്കതയോടെ കാണാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ നിഷാദെ, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ 2 തവണയായിട്ട് 95%, 90% ഒക്കെ വലിയ വിജയം നേടി മുഖ്യമന്ത്രി പദവിയിലേക്ക് സ്വന്തം പാർട്ടി ഭരണത്തിലെത്തിച്ച ഒരാളാണ്. മുഖ്യമന്ത്രി പദവി കൈയാളിയ ആളാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തെ എല്ലാ തരത്തിലും തടസ്സപ്പെടുത്താൻ BJP ശ്രമിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ എല്ലാ കാലത്തും BJPയുടെ ആ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തിനെതിരെ വലിയ നിലപാട് കൈക്കൊണ്ടിട്ടുള്ളവരാണ്. അവർ അരവിന്ദ് കെജ്രിവാളിനെ അനങ്ങാൻ പോലും സമ്മതിക്കാത്ത വണ്ണം ലഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് ആ ഭരണത്തിന് എങ്ങനെയൊക്കെ ടോർപ്പിട വെക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന പാർട്ടിയാണ് കേന്ദ്രഭരണത്തിലുള്ള BJP കേന്ദ്രഭരണവും. അരവിന്ദ് കെജ്രിവാളിൻ്റെ കരചരണങ്ങൾ ഛേദിച്ച് കവചകുണ്ടലങ്ങളൊക്കെ പറിച്ചെടുത്ത് കണ്ണിൽ ചെവിയിലൊക്കെ ഈയം ഉരുക്കി ഒഴിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് അദ്ദേഹത്തിന് നിർബന്ധിത ഷണ്ടത്വം അടിച്ചേൽപ്പിച്ചൊരു നിർഗുണ പരഭ്രമമാക്കി അതിനെ നിർത്താൻ വേണ്ടതൊക്കെ അവർ ചെയ്തു. അതിനെയൊക്കെ നമ്മൾ നഖശികാന്തം എതിർത്തിട്ടുണ്ട്. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പം അദ്ദേഹം കടന്നു വന്ന് ചെയ്തൊരു പ്രവൃത്തി, അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെക്കുകയാണ്. അവിടെ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഒരു 4 മാസം കൂടിയേ ഉള്ളൂ. അതിന്റെ മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവി രാജി, അതിനൊക്കെ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതൊരു രാഷ്ട്രീയ നീക്കമാണ്. അത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊരു ഇനീഷ്യൽ പുള്ളുണ്ടാക്കാനും ഒരു കൗതുകം, ഒരു നവീന ഭാവങ്ങളൊക്കെ സൃഷ്ടിക്കാനൊക്കെ അത് ഉതകുമായിരിക്കാം. പക്ഷെ അതിനൊരു ധാർമ്മികം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിനകത്തൊരു കാതലായ അഭിപ്രായ ഭിന്നതയുണ്ട്. കാരണം ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് രാജികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അരിയല്ലൂരിൽ തീവണ്ടി അവിടെ നടന്നപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രി രാജിവെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായിട്ട് അധികാരത്തിലേറെ ആഴ്ചകൾക്കുള്ളിൽ ഒരു ഹൈക്കോടതി പരാമർശത്തിന്റെ പേരിൽ K. കരുണാകരൻ രാജിവെച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല രാജികളും ധാർമ്മികതയും
പരിസരത്തെ പല പിന്നെ കാര്യങ്ങളോട് പ്രതികരിച്ചുമൊക്കെ ആളുകൾ ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതിനെ അതുമായിട്ട് എങ്ങനെ ചേർത്ത് വെക്കാൻ കഴിയുമെന്ന് എത്ര ഓർത്തിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരാധകർക്കും അന്ധഭക്തുക്കൾക്കും ഒക്കെ അതൊക്കെ ഏറ്റു പറയാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അതിനൊന്നും നമ്മൾ തടസ്സമല്ല. പക്ഷേ ഇത് ധാർമ്മികമായ ഒന്നാണ് എന്നുള്ളതിൽ കഴമ്പില്ല. ഇതൊരു രാഷ്ട്രീയ നീക്കം, അദ്ദേഹത്തിൻ്റെ ഒരു ചടുലമായ രാഷ്ട്രീയ പിന്നെ ചുവടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സാധ്യതകളുടെയും ഒരു ചൂഷണമായിട്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതകളെ അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിന്റെ കാഴ്ച ആയിട്ട് തന്നെ എടുക്കാനേ കഴിയുമെന്നാണ് ശ്രീ നൌഷാദിലയുടെ ആദ്യത്തെ ടേക്ക്. അതാണ് ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഈ അരവിന്ദ് കെജ്രിവാൾ വേട്ടയാടപ്പെടുന്നു എന്നത് ഡൽഹിക്കാരുടെ വലിയൊരു സെന്റിമെന്റ്സ് ആണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കകാലത്ത് നമുക്കറിയാം വലിയ തോതിൽ ഡൽഹിക്കാരുടെ ഒരു വികാരത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണല്ലോ സത്യത്തിൽ ഈ പാർട്ടിയും ഈ അധികാരവും ഒക്കെ. പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ പ്രതിഷേധിക്കാൻ തെരുവിലുണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഡൽഹിയെ മുഴുവൻ വൈകാരിക തീക്ഷ്ണതയിലേക്ക് വലിച്ചിടാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനോ അദ്ദേഹത്തിൻ്റെ ജയിലിൽ പോക്കോ നാടകീയ സംഗതികളോ ഒന്നും കാരണമായിട്ടില്ല. ഡൽഹിക്ക് പൊതുവെ ഒരു തണുത്ത പ്രതികരണമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവർക്ക് മാത്രമാണ് സമരം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നത്, പ്രവർത്തകർക്ക്. സോ അതുകൊണ്ട് പഴയ ഒരു ഡൽഹിയെ വിറപ്പിച്ച വൈകാരികമായി ചലിപ്പിച്ച ഒരു ആവേശം ഇപ്പോഴും അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഒരു സെന്റിമെന്റ്സായി അവിടെ ഉണ്ട്. അത് വർക്കാവുമെന്ന് വിചാരിക്കുന്നതിൽ എന്തുമാത്രം ശരിയുണ്ട് ശ്രീ ആനന്ദ്? അല്ല, അരവിന്ദ് കെജ്രിവാൾ നമ്മൾ സാധാരണ കാണുന്ന രാഷ്ട്രീയക്കാരേക്കാൾ ഒരു പടി കൂടി കടന്ന ഒരു കുശാഗ്ര ബുദ്ധിക്കാരനായ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ കൗശലം ഉള്ള, ഓരോ പരിമിതിയെയും ഓരോ തിരിച്ചടിയെയും ഒരു അവസരമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായ സൗകര്യങ്ങളും പണവും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം വെച്ച് അദ്ദേഹം ഇത്രയും വലിയ ഒരു കളി കളിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അതിൽ അദ്ദേഹം ഒരു നാടകക്കാരനാണ്, ഡ്രാമാറ്റിക് പേഴ്സണെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആക്ഷേപിക്കാം. അദ്ദേഹത്തിന് മറ്റ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഭയങ്കര ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് എന്നൊക്കെ ഇവിടെ ശ്രീ നൌഷാദ് അലി ഇതിനു മുൻപ് ഒരു ചർച്ചയിൽ ഞാനുമായിട്ട് പങ്കെടുത്തപ്പോൾ പറഞ്ഞിരുന്നു. അത്രയൊന്നും ധാർമ്മികത ഉയർത്തിപ്പിടിക്കാത്ത, രാഷ്ട്രീയത്തെ പരമാവധി അവസരങ്ങളുടെ കലയായി ഉപയോഗിക്കുന്ന, രാഷ്ട്രീയം ഒരു അധികാരത്തിന് വേണ്ടി തന്നെയാണ് രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിയ, അല്ലാതെ പ്രതിപക്ഷത്തിരുന്ന് 5 വർഷം രാഷ്ട്രീയം പഠിക്കുകയല്ല, ഞാൻ അധികാരത്തിൽ തുടർന്ന് മുഖ്യമന്ത്രിയായിട്ട് തന്നെ രാഷ്ട്രീയം പഠിച്ചുകൊള്ളാം എന്ന് തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിച്ഛായയിൽ ഒരു വലിയ കുറവ് വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ഇവിടെ ഉമ്മൻചാണ്ടിക്ക് സോളാർ കേസിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്കുണ്ടായ തിരിച്ചടി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് കേസിൻ്റെ മെറിറ്റിലല്ല. ഇപ്പോൾ അവിടെ ദില്ലിയിലെ വലിയൊരു ഒരു കൂട്ടം ആൾക്കാർ വിചാരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി, ഇദ്ദേഹം അഴിമതിക്കെതിരെ പോരാടി ആ പദവിയിൽ എത്തിയിട്ട്, മുഖ്യമന്ത്രി പദവിയിൽ എത്തിയിട്ട് അദ്ദേഹം സ്വയം പാർട്ടി വികസിപ്പിക്കാനും ഇന്ത്യ മൊത്തം പാർട്ടി വളർത്താനും വേണ്ടി ഈ എക്സൈസ് നയത്തിൽ അദ്ദേഹം പണം വാങ്ങിച്ചു. അദ്ദേഹം ഇപ്പോൾ പണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പലതും മാറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊരു വാഗണാർ കാറിൽ ആൾക്കാർ പീപ്പ എന്ന് അന്ന് ഡൽഹിയിൽ കളിയാക്കി വിളിക്കുന്നത്, ഒരു പെട്ടി പോലെ ഒരു കാറായതുകൊണ്ട്. അപ്പോൾ അതിലൊക്കെ നടന്നിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അങ്ങനെയല്ല. അദ്ദേഹം വലിയൊരു മണിമാളിക പോലെയുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതിന് സർക്കാർ ചിലവാക്കിയ പണത്തിൻ്റെ കണക്കൊക്കെ വലിയ വിവാദമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പഴയതിനേക്കാൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഉള്ള ഒരു അഡ്വാൻറ്റേജ്, ഇപ്പോഴത്തെ അദ്ദേഹത്തിനൊരു അനുകൂല സാഹചര്യം എന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ ആ കാലാകാലങ്ങളായിട്ടുള്ള വോട്ട് ബാങ്ക് അത് ആം ആദ്മി പാർട്ടിയുടെ കൂടെ കുറേ കാലമായിട്ട് 10 വർഷമായിട്ട് നിൽപ്പുണ്ട്. അവരിപ്പോഴും തിരിച്ചു കോൺഗ്രസിലേക്ക് പോയിട്ടില്ല. കോൺഗ്രസിനാണെങ്കിൽ അവിടെ നേതാക്കളില്ല. അവിടെ പണ്ട് കോൺഗ്രസിനെ വോട്ട് ചെയ്തിരുന്ന മുസ്ലിം വിഭാഗങ്ങൾ, കോളനിയിലും ബസ്തിയിലും താമസിച്ചിരുന്ന ആൾക്കാർ, അവിടുത്തെ ഒരു നിശ്ചിത ശതമാനം മിഡിൽ ക്ലാസ്, ഓട്ടോ തൊഴിലാളികൾ, അങ്ങനെയുള്ള വലിയൊരു സംഖ്യ ആൾക്കാർ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ 99 സീറ്റ് ജയിച്ചു എന്ന് പറഞ്ഞ് അവർ ഒറ്റയടിക്ക് കോൺഗ്രസിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി കോൺഗ്രസ് മെച്ചപ്പെടാം. പക്ഷേ ഇപ്പോഴും അവിടെ ആം ആദ്മി പാർട്ടിക്ക് ആ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. പക്ഷേ അപ്പോഴും അരവിന്ദ് കെജ്രിവാളിനുള്ള ഒരു പേടി എന്താണെന്ന് വെച്ചാൽ, BJPക്ക് അവിടെ ഒരു നിശ്ചിത വോട്ട് ബാങ്ക് 35% വോട്ട് ഉള്ള ആ പാർട്ടിക്ക് കോൺഗ്രസ് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്താൽ
അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഈ കിട്ടുന്ന വിജയം ചിലപ്പോൾ കിട്ടാതെ വന്നേക്കാം. അവിടെ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം. കാരണം ഈ വോട്ടർമാർ കോൺഗ്രസിന് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ പേർ അസംബ്ലി ഇലക്ഷനിലാണ് ഞാൻ പറയുന്നത്, അത് ഒരേ ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടി വോട്ട് കിട്ടിയാൽ BJPക്ക് അവിടെ അധികാരം പിടിക്കാൻ പറ്റുമോ എന്നുള്ള പേടിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകാം. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിധി അതൊരു അദ്ദേഹത്തെ ഹോബിൾ ചെയ്യുന്ന, അദ്ദേഹത്തെ ഒരു മൂലക്കിരുത്തുന്ന തരത്തിലുള്ള ഒരു വിധിയാണ്. അദ്ദേഹത്തിന് പൂർണ്ണ തോതിൽ നിയന്ത്രണമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചാൽ തന്നെ. അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ പോകാൻ പറ്റില്ല, ഫയലുകളിൽ ഒപ്പിടാൻ പറ്റില്ല എന്നുള്ള പല പരിമിതികളുമുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ ഒരു അവസരമാക്കി കാണുകയാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ പഴയ 2014 പറഞ്ഞ അതേ നാടകീയ ശൈലിയിൽ പറയുന്നു, നിങ്ങൾ എനിക്ക് വോട്ട് തരികയാണെങ്കിൽ ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരാം എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഒരു ചെറിയ റിസ്ക് മാത്രമാണ് ഞാൻ കാണുന്നത്. 2014 നിതീഷ് കുമാർ 6 മാസത്തേക്ക് ജിതൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കിയിട്ട് ജിതൻ റാം മാഞ്ചി BJPയിൽ എത്തുകയാണ് ചെയ്തത്. ഇവിടെ അടുത്ത കാലത്ത് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ അദ്ദേഹവും ഇപ്പോൾ BJPയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചിലരെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നാൽ അവർ ആ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ വിധേയരായിട്ട് ആ പാർട്ടിയിൽ തന്നെ തുടരുമോ, അതോ അവർ ആ പാർട്ടി വിട്ടു പോകുമോ, അല്ലെങ്കിൽ പാർട്ടിയിൽ കുറച്ച് ആൾക്കാരെയും കൂട്ടി വോട്ടും കൂട്ടി അവർ വേറെ ഒരു പാർട്ടിയാക്കി നാളെ മാറുമോ എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ പേര് പറഞ്ഞു കേൾക്കുന്നത് ആതിഷി മർലേനയുടെയും സൗരവ് ഭരദ്വാജിൻ്റെയും അല്ലെങ്കിൽ ഒരു ചെറിയ സാധ്യത ഗോപാൽ റായിയുടെയൊക്കെയാണ്. അങ്ങനെയുള്ള പേരുകളായിരിക്കാം അദ്ദേഹം മനസ്സിൽ കാണുന്നത്. എന്തായാലും സുനിത കേജ്രിവാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരിക്കലും മുഖ്യമന്ത്രിയാകില്ല എന്ന് ഉറപ്പാണ്. കാരണം അദ്ദേഹം അത്രയും മണ്ടനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല. കറിയ മാത്യു, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഡൽഹിയിൽ ഇപ്പോഴും നിരന്നു കിടക്കുകയാണെന്ന് വിശ്വസിക്കാനുള്ള കോൺഫിഡൻസ് ഏരിയ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഇപ്പം നേരത്തെ ആനന്ദ് ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് അസ്വാരസ്യം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാവാം. കോൺഗ്രസ് ആവട്ടെ ഇപ്പോൾ പഴയ ഒരു ആകെ തകർന്ന ശൈഥില്യമാർന്ന ഒരു അവസ്ഥയിലല്ല. രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ രാജ്യത്തിന് വിശ്വാസമുണ്ട്. അവർ ഏറ്റവും മികച്ച പെർഫോമൻസ് എടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. സോ അതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസം ആർജിക്കുകയും അതിൻ്റെ ആരോഗ്യത്തിലേക്ക് അത് മടങ്ങി വരികയും ചെയ്യുന്ന സമയമാണ്. മറ്റൊന്ന്, BJP അവിടെ ഒരു ശോഷിച്ചു പോയ പാർട്ടിയല്ല. BJP ഇപ്പോഴും അധികാരമുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. പഴയ ഒരു വൈകാരിക ആവേശം ആപ്പിന് അനുകൂലമായി ഇപ്പോഴും ഡൽഹിയിലുണ്ടോ എന്ന കാര്യം നിങ്ങൾക്ക് എത്ര ഉറപ്പുള്ളതാണ്? ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 63 സീറ്റുമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഭരിക്കുന്നത്. ഇപ്പോൾ അവിടെയുള്ള ടോട്ടൽ സീറ്റുകളിൽ 90% സീറ്റുള്ള ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. ഇപ്പം BJPക്ക് ഇതിൽ കൂടുതൽ ശക്തി നേരത്തെ ഉള്ളതിൽ കൂടുതൽ കിട്ടുന്ന വെച്ചാൽ 7 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് അവിടെ കിട്ടിയത്. അതിൽ കൂടുതൽ കിട്ടാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാര്യം കേന്ദ്രത്തിൽ പോലും BJP ശോഷിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം പോയാൽ 6 മാസം. ഈ 3 ഇലക്ഷൻ വരുവാൻ പോവാണ്. ഹരിയാന, അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, അത് കഴിഞ്ഞാൽ ഡൽഹി. ഈ 3 സ്റ്റേറ്റിൽ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും BJPയുടെ കാര്യം ഗോവിന്ദയായിക്കോളും. അതാണ് BJPയുടെ പേടി. BJPയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അവർ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഉള്ള കേസിലും ഇല്ലാത്ത കേസിലും അഴിമതി ആരോപണങ്ങൾ പറഞ്ഞ് കേജ്രിവാളിനെ 6 മാസം അകത്തുവരാൻ സാധിച്ചത്. അവരുടെ ഒരു ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. കേജ്രിവാളിനെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യനാക്കുന്നതിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി ED കൊണ്ടും ED ജാമ്യം കിട്ടുന്നതിൻ്റെ അന്ന് തന്നെ CBI കൊണ്ടും അറസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇത് പൊതുവിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. BJPക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നറിയാമോ? അത് അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതാണ്. അവരുടെ BJPക്ക് അവരുടെ ഗ്രാഫ് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് വഴിച്ച BJP ഇത്തവണ വേറെ 240 സീറ്റിലേക്ക് ഒതുങ്ങി. ഇതേണ്ട എന്നിട്ട് കൂട്ടുകക്ഷികളുമായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നാള്? അങ്ങേയറ്റം പോയി 6 മാസം. കേജ്രിവാളിനെ വേട്ടയാടിയത് വലിയ തോതിലുള്ള സമഗ്രാധിപത്യ സർക്കാരിൻ്റെ സ്വഭാവമാണെന്ന് ചിന്ത രാജ്യത്തുണ്ടായിട്ടുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പം ധ്രുവ് റാട്ടിയെപ്പോലുള്ള ആളുകൾ പറഞ്ഞ പ്രധാന സംഗതികളിലൊന്ന് ഈ സർക്കാർ ഒരു ഏകശിലാത്മകമായ സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് നോക്കൂ, അതിനകത്ത് തെളിവില്ലായ്മ നോക്കൂ. അതൊക്കെ രാജ്യത്ത് പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിൽ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പ്രതിഫലിച്ചില്ല എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അപ്പം നിങ്ങൾ എവിടെ വർക്കാവുക എന്നത് പ്രധാനമാണല്ലോ. ഈ ഡൽഹിയിലെ ജനങ്ങൾക്കൊരു 2 വിഷനാണ്. അവർ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴേക്കും അത് ഭരിക്കാൻ പോകുന്നത് ഡൽഹിയിൽ സ്വാധീനമുള്ള BJP ആണെങ്കിൽ അവർക്കായിക്കോട്ടെ എന്നുള്ള രീതിയിൽ കാര്യം. ഡൽഹി ലോക്സഭാ ഇലക്ഷന് മുമ്പുള്ള
നമ്മുടെ സർവേസ് എല്ലാം കാണിച്ചിരുന്നത് 330 സീറ്റ് വാങ്ങിച്ചുകൊണ്ട് BJP ഏകപക്ഷീയമാവുന്നു, 400 സീറ്റ് ഒരു 400 ബാർ എന്നൊക്കെ പറഞ്ഞ് അവരുടെ വലിയ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി ജനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഡൽഹിയിൽ BJP വരുന്നെങ്കിൽ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂട്ട് ജയിച്ചോട്ടെ എന്നുള്ള ഒരു മൂവിലേക്ക് ലോക്സഭ ഇലക്ഷന് പോകും. പക്ഷേ നിയമസഭ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്, ജനങ്ങൾ 100% ഞങ്ങളുടെ കൂടെയാണ്. കാര്യം ആം ആദ്മി പാർട്ടി ജനങ്ങളുടെ കൂടെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിലനിന്നിരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആം ആദ്മി പാർട്ടി ജനങ്ങളുടെ ഇടയിലാണ് ജീവിച്ചത്. ഞങ്ങളുടെ ആം ആദ്മി പാർട്ടിയിലുള്ള ഓരോ മന്ത്രിമാരും നിങ്ങളെടുത്ത് നോക്കിക്കോ, അവരുടെ ഓരോ പ്രവർത്തികൾ നോക്കിക്കോ, എത്ര സ്കൂളുകൾ പണിത്, എത്ര മൊഹല്ല ക്ലിനിക്കുകൾ പണിത്, എന്തും വേണ്ട ആൾക്കാർക്ക് 200 യൂണിറ്റ് വൈദ്യുതി കൊടുക്കുന്നു, എന്തും വേണ്ട ആൾക്കാർക്ക് ശുദ്ധജലം കൊടുക്കുന്നു, എത്രമാത്രം സ്ത്രീജനങ്ങൾ ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നു. മുഖ്യമന്ത്രി അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വന്നപ്പോ പഴയ പ്രതാപം അദ്ദേഹത്തിന് ഇല്ല എന്നൊരു യാഥാർത്ഥ്യമല്ലേ? എന്ന് വെച്ചാൽ ജാമ്യ വ്യവസ്ഥകൾ അദ്ദേഹത്തെ പൂർണ്ണാർത്ഥത്തിൽ കോർണർ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഒന്നാണ്. പഴയ അധികാരങ്ങളൊന്നുമില്ലാത്ത ദുർബലനായ മുഖ്യമന്ത്രി രാജിവെച്ച് വേറെ ഒരു തന്ത്രം സ്വീകരിക്കല്ലാതെ അതിന് മുമ്പിൽ വേറെ വഴിയില്ല. പ്രഭാവത്തെക്കുറിച്ചല്ല ഞാൻ, ഭരണഘടനാപരമായ പവറെല്ലാം റെഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് രാജിവെച്ച് വേറെ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കലാണ് നല്ല കാര്യം, വേറെ വഴിയില്ല എന്നില്ലേ? അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി ഭരിക്കുവാനായിട്ട് സെക്രട്ടേറിയറ്റ് പോകേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു വകുപ്പും നിയന്ത്രിക്കുന്നില്ല. ഒരു വകുപ്പിൻ്റെ പോലും ചുമതലയുള്ള മന്ത്രിയല്ല അരവിന്ദ് കെജ്രിവാൾ. എല്ലാം മറ്റു മന്ത്രിമാർക്ക് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു CM എന്ന പേര് മാത്രമേ ഉള്ളൂ. തീരുമാനങ്ങൾ എടുക്കുന്നതും ഭരിക്കുന്നതും മറ്റുള്ള മന്ത്രിമാർ തന്നെയാണ്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നതിനോ സെക്രട്ടേറിയറ്റ് കയറാൻ ഭരിക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റ് ഓരോ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ മുഖ്യമന്ത്രിമാരും കൈകാര്യം ചെയ്യുന്നത് 15, 16, 18, 20 വകുപ്പുകളാണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഒരു വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നില്ല. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇത്രയും നാളും BJP ഇല്ലാത്ത കേസുണ്ടാക്കി എന്നെ അകത്ത് പിടിച്ചിട്ടിരിക്കാൻ ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. BJP ശരിയെങ്കിൽ അവർ ജനങ്ങളാണ്. ഇത് രാഷ്ട്രീയ ധാർമ്മികതയോ അഗ്നിശുദ്ധി വരുത്താനുള്ള നിഷ്കളങ്കമായ ശ്രമമൊന്നും അല്ല, വെറും കപടനാടകമാണ്. കേവലമായ കക്ഷി രാഷ്ട്രീയ താല്പര്യമല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല, അധികാര രാഷ്ട്രീയ താല്പര്യമല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഡൽഹിക്കാരുടെ മനസ്സിലും ഉണ്ടാവുക ആ ഒരു അസസ്മെന്റ് ആയിരിക്കുമോ നൗഷാദ് അലി? അല്ല, ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ കഴിഞ്ഞ നാളുകളിലെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ ഭരണവും ഒക്കെ സ്വാഭാവികമായിട്ടും ഡൽഹിയിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിലയിരുത്തപ്പെടും. അരവിന്ദ് കെജ്രിവാളിന് കിട്ടാൻ പോകുന്നൊരു ഗുണം, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഞാൻ കാണുന്നൊരു കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അവർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അന്യായമായി ജയിലിലടക്കുകയും അത് ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ഏജൻസികളെ വീണ്ടും അവിടെ പ്രയോഗം നടത്തി അദ്ദേഹത്തെ ജയിലിൽ തന്നെ തളച്ചിടാനൊക്കെ ശ്രമിച്ചത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നേട്ടം അരവിന്ദ് കെജ്രിവാളിനുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ ആ നീതിയോടൊപ്പം ഞങ്ങളെല്ലാവരും നിന്നതാണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാളുമായിട്ട് അടിസ്ഥാനപരമായ പല അഭിപ്രായ വ്യത്യാസങ്ങളും കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതൊരു വസ്തുതയാണ്. കാരണം അത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക വകുപ്പ് എടുത്തുകളഞ്ഞ വിഷയത്തിലായാലും, ഏക സിവിൽ കോഡിന്റെ വിഷയത്തിലായാലും, പൗരത്വ ബില്ലിന്റെ വിഷയത്തിലായാലും, ഷഹീൻ ബാഗിലെ സമരത്തിന്റെ കാര്യത്തിലായാലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അരവിന്ദ് കെജ്രിവാളുമായിട്ട് ഞങ്ങൾക്ക് അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിലെ ഇടതു മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷികളുണ്ട്. ഇവിടെ ഞങ്ങളും അവരും മുഖാമുഖമാണ് നിൽക്കുന്നത്. ശിവസേനയെപ്പോലെ പൂർവ്വകാലത്ത് കോൺഗ്രസുമായിട്ട് മുഖാമുഖം നിന്നിരുന്ന പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾക്ക് ഒരുപാട് അകലമുള്ള പാർട്ടികളൊക്കെ ഇന്ത്യ മുന്നണിയിലുണ്ട്. അതൊക്കെ കേന്ദ്രത്തിലൊരു വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടൊരു മുന്നണി എന്നുള്ള നിലയിൽ അത് അത്തരത്തിൽ പോകുന്നു. അതിന്റെ നേർ അച്ചു തന്നെ ആവണം ബൂത്ത് തലം വരെയുള്ളൊരു രാഷ്ട്രീയം എന്ന് ശഠിക്കുന്നതിൽ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പരിതസ്ഥിതികളിൽ അത് ശരിയാവുന്നൊരു കാര്യമല്ല. അത് എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും സംസ്ഥാനങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ പരസ്പരം മത്സരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൊക്കെ അത് ചെയ്യുക എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഇവിടെ ദേശീയ തലത്തിലൊക്കെ മുന്നണി ഉണ്ടായതും ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നതും. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അദ്ദേഹത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ വളരെ കൃത്യമായിട്ടുണ്ടാവും. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കാണുന്നത്. ഞാൻ ഓർത്തു പോകുന്നത്
പിന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് ശേഷം ഏറ്റവും അധികം ശതമാനം വോട്ട് കിട്ടിയൊരു പാർട്ടി അവിടെ ഡൽഹിയിൽ കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ നിയമസഭയിൽ ഞങ്ങൾ പുറകിലേക്ക് പോയി. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളുമായിട്ടൊരു സഖ്യമുണ്ടാക്കാൻ വലിയ വിട്ടുവീഴ്ച ചെയ്ത് 2 സീറ്റിൽ ഒതുങ്ങിയാണ് കോൺഗ്രസ് മത്സരിച്ചത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്. ഞങ്ങൾ ഡൽഹി രാഷ്ട്രീയത്തിലൊരു ശക്തമായ തിരിച്ചുവരവ് കോൺഗ്രസിന് ഉണ്ടാകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന 15 വർഷം നീണ്ട ഷീലാ ദീക്ഷിതിന്റെ ഭരണമൊക്കെ ഡൽഹിയിൽ കോൺഗ്രസിന് ഉണ്ടായതാണ്. 2009 പൊതുതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഡൽഹിയിലെ ഭൂരിഭാഗം സീറ്റുകളിലൊക്കെ വിജയിച്ചതാണ്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യ ശക്തി കേന്ദ്രം അവിടെയുണ്ട്. ഇടക്കാലത്ത് നേരത്തെ ആനന്ദ് കൊച്ചുകുടിയൊക്കെ സൂചിപ്പിച്ചതുപോലെ കുറെ വോട്ട് ബാങ്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിലും മാറിയൊരു പരിതസ്ഥിതിയിൽ അവിടെ പരമാവധി എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ മുൻനിർത്തി കോൺഗ്രസ് ഒരു രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സഖ്യശ്രമങ്ങളൊക്കെ ആ തെരഞ്ഞെടുപ്പിന് ആനുപാതികമായിട്ട് അന്ന് നടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരമൊരു സൽബുദ്ധി അരവിന്ദ് കെജ്രിവാളിനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ BJPയെ ചെറുക്കുന്ന ഒരു വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം അവിടെ രൂപപ്പെടും. ഏതായാലും സഖ്യമുണ്ടാവുമെന്ന് കരുതിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രാഷ്ട്രീയ ആദർശങ്ങളോ സ്ഥൈര്യമോ ബലി കഴിച്ച് മുന്നോട്ട് പോകുക സാധ്യമല്ല. അതുകൊണ്ട് കോൺഗ്രസ് അവിടെ കൃത്യമായി പ്രാദേശികമായ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ കേസിൽ ജാമ്യം നേടിയ അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുന്നത് ഈ കേസ് തട്ടിക്കൂട്ടിയതാണ്, വ്യാജമാണ് എന്ന സന്ദേശമുള്ള കോടതിയുടെ റിമാർക്സിനോട് കൂടിയാണ് എന്നത് പ്രത്യേകമായി ഓർക്കണം. കാരണം കണ്ടെടുക്കാൻ കഴിഞ്ഞ തെളിവ് എവിടെയാണ്? ഇത്രയും കാലം ഇദ്ദേഹത്തെ അകത്ത് വെച്ചതിൻ്റെ ന്യായം എന്താണ്? CBI എന്ന് പറഞ്ഞാൽ കൂട്ടിലടച്ച തത്തയാവാൻ പാടില്ല എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഇതിന് മുൻപ് തന്നെയുള്ള കോടതി വിധികളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് സമാശ്വാസത്തിൻ്റെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെയും ശ്രദ്ധേയമായ റിമാർക്സ് ഉള്ള വിധിയിലൂടെയാണ് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുതന്നെ അദ്ദേഹത്തിന് വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോഴാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ പോകുന്ന ഈ കേസ് തട്ടിക്കൂട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾ ദേശീയ തലത്തിൽ അത്ര ഗംഭീരമായിട്ട് നിൽക്കുന്ന സമയമൊന്നും അല്ലല്ലോ. 2 കക്ഷികളുടെ ആനുകൂല്യത്തിൽ ഭരിക്കുന്ന ദുർബലനായ മോദി ദേശീയ രാഷ്ട്രീയത്തിലുള്ള സമയമാണ്. അരവിന്ദ് കെജ്രിവാൾ എന്തിന് ടെൻഷൻ അടിക്കണം മത്സരിക്കാൻ? അല്ല, അതിനകത്ത് കൃത്യമായിട്ട് ഒരു കോടതിയും അദ്ദേഹത്തിന് കുറ്റവിമുക്തനായിട്ടില്ല. കൃത്യമായി കോടതിക്ക് അദ്ദേഹത്തിനകത്ത് ഇതിൽ പങ്കാളിയായി എന്നതുകൊണ്ടാണല്ലോ അദ്ദേഹം നോക്കൂ, പണ്ട് ED ജാമ്യാപേക്ഷ സമയത്ത് വെച്ചിട്ടുള്ള അതേ വ്യവസ്ഥകൾ തന്നെയാണ് കോടതി ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഈ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് സംസാരിക്കരുത്, പൊതുജന മധ്യത്തിൽ സംസാരിക്കരുതെന്ന് പറയുന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും കുറ്റവിമുക്തനാക്കിയിട്ടില്ല. നമ്മൾ അങ്ങനെ അതിനെ ആ രീതിയിൽ ആ ഒരു സ്റ്റൈലിൽ നമ്മളത് പറയേണ്ടതില്ല. രണ്ടാമത്തെ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ആ സാഹചര്യത്തിൽ ഒരു വികാര പ്രക്ഷുബ്ധതയിലാണ് ഈ പ്രസ്ഥാനം പിറവിയെടുക്കുന്നത്. അന്ന് അണ്ണാ സാറയും ബാബ രാംദേവ് അടക്കമുള്ള ആളുകൾ നടത്തിയുള്ള സമരം. അവിടെ നിന്നാണ് ഈ പറയുന്ന കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ആദർശവാന്റെ പരിവേഷത്തിൽ ഒരാൾ കടന്നു വരുന്നത്. ആ ആദർശവാന്റെ പരിവേഷത്തിൽ വന്ന ആൾ എത്തി നിൽക്കുന്നത് ഇന്ന് ജയിലിനകത്താണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങ് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഈ 2024 ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. നമ്മളൊക്കെ വിചാരിച്ചത് ഡൽഹി ആകമാനം കലാപം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് ആകെ പ്രശ്നമുണ്ടാവുമെന്ന്. എന്താണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്? നാമമാത്രമായ ആളുകൾ അവിടെ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കണ്ടത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പ്രതിഷേധം ഇവിടെ മറ്റുള്ള കക്ഷികൾ ഈ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു തട്ടിപ്പുകാരനാണ്, ഒരു അഴിമതിക്കാരനാണെന്ന് പബ്ലിക്കിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, ഡൽഹിയിൽ ഇതിലും അനുകൂലമായ സാഹചര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർ അവരുടെ എല്ലാ സീറ്റുകളും ബലികഴിച്ചുകൊണ്ട് 2 സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത്. അവർ കർഷക സമരത്തിന്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ ലഭിക്കുന്നു. പിന്നെ നിങ്ങൾ സൂചിച്ച പോലെ 3ാമത് മോഡി സർക്കാർ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലാണ് ഈ കെജ്രിവാൾ വരുന്നത്. അതോടൊപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇലക്ഷന്റെ തൊട്ട് 1 മാസം മുമ്പാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത്. അന്ന് അദ്ദേഹത്തിന് മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള വീരപരിവേഷം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ഇന്ത്യയുടെ ജനനായകനായിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു പ്രതിച്ഛായ കൊടുത്തുകൊണ്ട് വലിയ വീരപരിവേഷമാണ് നൽകിയത്. എന്നിട്ട് പോലും ഡൽഹിയിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. നേരത്തെ അദ്ദേഹം 62 സീറ്റിന്റെ കണക്ക് പറഞ്ഞല്ലോ. 58 സീറ്റുകളിലും ലീഡ് ചെയ്തത് BJPയുടെ MLA 88 സീറ്റിൽ BJPയാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ ഈ പ്രസ്ഥാനം തകരുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഈ പ്രസ്ഥാനത്തിന് പ്രത്യയശാസ്ത്ര അടിത്തറയില്ല. നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങ് നേരത്തെ നമ്മുടെ നൗഷാദ് അലി സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ഒരേ സമയത്ത് തന്നെ രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നു,
ഒരേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ എതിർകക്ഷികൾ നമ്മളെ ആർട്ടിക്കിൾ 371മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എതിർക്കുന്നു. ഒരേ സമയത്ത് ജയ് ശ്രീരാം വിളിക്കുന്നു. ഒരേ സമയത്ത് തന്നെ മതേതരവാദം പറയുന്നു. അപ്പം അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ നാടകമാണ്. അങ്ങനെ 10 വർഷം ഈ നാടകക്കാരനെ പബ്ലിക് വിശ്വസിച്ചിരുന്നു. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ സാധിക്കില്ല. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ കൃത്യമായി ഡൽഹി പോലെ സ്ഥലത്ത് കൃത്യമായിട്ട് പൊളിറ്റിക്കലി കേരളം പോലെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയ ആളുകളാണ് ഡൽഹിയിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നെത്തി നിൽക്കുന്ന പരിതസ്ഥിതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകൽ എളുപ്പമല്ല. കാരണം അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി. അതിന്റെ തുടക്കത്തിൽ തന്നെ കേരളം എടുക്കാൻ കഴിയുന്ന എഡ്ജൊക്കെ എടുത്തതിന്റെ അവസാനത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്നാണ് BJPയുടെ അഭിപ്രായം. ഞാൻ ഇടവേള എടുത്തും തിരിച്ചു വരാൻ വേഗം. കൊച്ചുകുടി, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഒരു മത്സരത്തിൽ ഇറങ്ങുമ്പോൾ BJPയെ സംബന്ധിച്ച് ഇത് തട്ടിപ്പാണ്, അരവിന്ദ് കെജ്രിവാളിന് ഇനി വിജയിക്കാൻ കഴിയില്ല, അഴിമതി കേസിൽ കുടുങ്ങിയ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതെല്ലാം മാറ്റിയെടുത്ത് നോക്കിയാൽ ഡൽഹിയിൽ ഒരു അസംബ്ലി ഇലക്ഷനിൽ BJPയുടെ സാധ്യത എന്താണ്? ഇപ്പോൾ BJPയുടെ എക്കാലത്തെയും വലിയ ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പക്ഷേ ഇപ്പോൾ ദുർബലനായ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് പഴയ പ്രഭാവം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഉത്തർപ്രദേശിൽ പോലും അത് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെയുള്ള ഇവർ നടപ്പിലാക്കിയിട്ടുള്ള ഫ്രീ ബീസ് ആൻഡ് അവരുടെ ഈ പലതരത്തിലുള്ള വെൽഫെയർ പോളിസീസൊക്കെ വലിയ തോതിൽ പോപ്പുലർ ആയിട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ നിയമസഭയിൽ മറിച്ചിടാൻ തക്കവണ്ണം പുതിയതെന്തെങ്കിലും ഒരു പുതിയ ഒരു സാധ്യത സത്യത്തിൽ BJPക്ക് അവിടെ ലോക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ കോൺഗ്രസിനും പോയാൽ എത്ര വരെ പോകാൻ പറ്റും? അല്ല, അരവിന്ദ് കെജ്രിവാളിന് നമ്മളീ പറയുമ്പോൾ തന്നെ ഇതൊക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ മോശമായി അല്ലെങ്കിൽ പഴയ പ്രതിച്ഛായ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴും അവിടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും ഒരു വലിയ എഡ്ജ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇപ്പോൾ BJPക്ക് നേതാവ് ആര് എന്നുള്ള ചോദ്യമുണ്ട്. ദില്ലി BJPയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര്? ഇപ്പോൾ 2015 അവർ പെട്ടെന്ന് കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചു. കിരൺ ബേദി അതിനുശേഷം BJPയുടെ ഒരു സഹയാത്രികയായി മാറുകയും ഇവിടെ നേരത്തെ ബാബാ രാംദേവിൻ്റെയും മറ്റേ ഈ മഹാരാഷ്ട്രയിലെ ഏതോ ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രാമത്തിൽ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന അണ്ണാ ഹസാറയുടെ കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ ഈ അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന കിരൺ ബേദിയാണ് പിന്നെ BJP സഹയാത്രിയാവുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് അവരിയ്ക്കുന്നു BJPയുടെ തന്നെ പാളയത്തിൽ. അപ്പോൾ ഈ 2020 വന്നപ്പോൾ പിന്നെ അവതരിപ്പിച്ചത് ഹർഷവർദ്ധനെയാണ്, പഴയ ഒരു ദില്ലിയിലെ ക്ലീൻ ഇമേജുള്ള ഡോക്ടറായിട്ടുള്ള ഒരു മന്ത്രി. അദ്ദേഹം ഇത്തവണ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം പാർട്ടി രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് സലാം പറഞ്ഞു പോയി. ഇനിയിപ്പോൾ ആരാണ് അവിടുത്തെ ഇപ്പോൾ പഴയ ദില്ലി മുഖ്യമന്ത്രിമാരുടെ മക്കൾ? ഈ ബദൻലാൽ ഖുറാനയുടെ മകൻ, അല്ലെങ്കിൽ മറ്റേ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ, അങ്ങനെയുള്ള ചില ആൾക്കാർ. ഇനി ബാസുരി സ്വരാജ്, സുഷമ സ്വരാജിൻ്റെ മകൾ, ഇങ്ങനെയുള്ള ചില ഡൈനാസ്റ്റിക് ആയിട്ടുള്ള ഈ BJP പറയുമ്പോൾ എപ്പോഴും അവർ ഇതുപോലെ ഡൈനാസ്റ്റിക് എതിരാണ്. അവർ ഈ ഗാന്ധി കുടുംബത്തിനെതിരെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ്. അങ്ങനെ അല്ലാതെ BJPയിൽ ഒരു ഫേസ് ആയിട്ടുള്ള അവതരിപ്പിക്കാൻ പോലും ആളില്ല. അപ്പോൾ പിന്നെ BJPക്ക് പക്ഷേ സാധ്യത എന്താണെന്ന് വെച്ചാൽ ഒരു 5% വോട്ട് കൂടുതൽ അവർക്ക് പിടിക്കാൻ പറ്റിയാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ശതമാനം അതിന് ആനുപാതികമായിട്ട് കുറയുകയും കോൺഗ്രസ്സിന് ഈ പറയുന്നത് പോലെ ഒരു 2013 ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പറ്റിയാൽ, അല്ലെങ്കിൽ അവരുടെ വോട്ട് ശതമാനം ഒരു 20% എത്താൻ അവർക്ക് പറ്റിയാൽ, അങ്ങനെ വന്നാൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ടായിരിക്കും കോൺഗ്രസിലേക്ക് പോകുന്നത്. BJPക്ക് 5% കൂടുതൽ കിട്ടിയാൽ പോലും അവർക്കൊരു 40% എത്തിയാൽ പോലും ആ ഒരു ഇപ്പോൾ കിട്ടിയ 7 സീറ്റ് എന്നുള്ളത് അത് 35 സീറ്റിലേക്ക് ആകും. അല്ലാതെ ഇവിടെ 7 സീറ്റ് എന്നൊക്കെ പറയുന്നത് അത് അവരാ ഒരു എന്താ പറയുന്ന ഒരു ഈ നമ്മൾ ഈ രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പുകളിലെ നമ്പേഴ്സ് എന്ന് പറയുന്നത് വോട്ട് ശതമാനത്തിൻ്റെ വേറൊരു ഇതാണ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരു ചെറിയ ഇപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് 44 സീറ്റാണ് കിട്ടിയത്, 19% വോട്ട്. ഇത്തവണ 21% വോട്ടേ ഉള്ളൂ. പക്ഷേ ആ സീറ്റുകളുടെ എണ്ണത്തിൽ 44-ൽ നിന്ന് 99ആയി. അപ്പോൾ അതാണ് ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഒരു ത്രഷോൾഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ആ സംഖ്യ കൂടുന്നത്. അപ്പോൾ BJPക്ക് അവിടെ നേതാവില്ല, കോൺഗ്രസിനും അവിടെ നേതാവില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് സമ്പൂർണ്ണമായും പരാജയപ്പെട്ടു പോകുമെന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല. എന്നാൽ ചില ചലഞ്ചസ് ഉണ്ട് എന്നാണ്. അല്ലസീസ് കറിയ മാത്യു, ഈ 2 ദിവസത്തെ സമയം എടുക്കുന്നത് പോലും എന്തൊക്കെയോ തട്ടിപ്പാണെന്നുള്ള ആരോപണമുണ്ടല്ലോ. അതെന്തിനാണ് ആ സമയം എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം, ഒരു ധാർമ്മിക പ്രഖ്യാപനത്തിന് സമയം എന്തിനാണ്? ഞാനിത് ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ,
അരവിന്ദ് കെജ്രിവാളിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ പൊളിറ്റിക്സാണ്. പക്ഷേ വലിയ പൊളിറ്റിക്കൽ നേതാക്കന്മാർക്ക് പുള്ളിയുടെ പൊളിറ്റിക്സ് മനസ്സിലാകില്ല. കാരണം 2 ദിവസം മാർക്കറ്റിങ്ങിന് വെച്ചിരിക്കുകയാണ്. ഈ 2 ദിവസം കണ്ടോ, ഇന്ത്യയിലുള്ള സകല മീഡിയാസിലും എത്തിയത് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാൻ പോകുന്നു എന്നുള്ളത് 2 ദിവസം ഈ മീഡിയാസിനെ കൊണ്ടെല്ലാം മാർക്കറ്റ് ചെയ്യിക്കുകയാണ്. മാർക്കറ്റ് ചെയ്യിച്ച് അടുത്ത ഇലക്ഷനിൽ ഇതിലും കൂടുതൽ സീറ്റുമായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ. ഈ 2 ദിവസത്തെ അവധിയുണ്ട് അവിടെ. ഇന്ന് സൺഡേ ആണ്, നാളെ ഹോളിഡേ ആണ്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് ഒഫീഷ്യലായിട്ട് രാജി പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങളുടെ ഇടയിലേക്ക് ആദ്യമേ പറയുകയാണ്, ഞാൻ രാജിവെക്കാൻ പോവുകയാണ്, ഇതെൻ്റെ ധാർമ്മികമായ രാജിയാണ്. കാരണം ഇത് അരാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവർക്കല്ല, ഇത് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 6 മാസക്കാലം അരവിന്ദ് കെജ്രിവാളിനകത്തിട്ടത് BJPയുടെ ചുടലബുദ്ധിയായിരുന്നെന്നും BJPക്കാരുടെ എന്തായാലും ഇതിനുള്ള ബുദ്ധി, അവർ ഇതിനു മുമ്പുള്ള രാഷ്ട്രീയക്കാരെയെല്ലാം പിടിച്ച് അകത്തിടും. അവർ ഒരു യോജന ഉണ്ടായിരുന്നല്ലോ, വാഷിംഗ് മെഷീൻ യോജന. എന്നിട്ട് അവർ പാർട്ടി രാജിവെച്ച് BJPയിലേക്ക് വരുവാണെങ്കിൽ പിന്നെ അവരുടെ പേരിൽ അഴിമതി ആരോപണങ്ങളൊന്നുമില്ല. ഇവർ ഓർത്തിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയോ മനീഷ് സിസോദിയാനോ ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ച് അകത്തിട്ടാൽ ഇവരെല്ലാം രാജിവെച്ച് BJP കയറുമെന്ന് വിചാരിച്ചിരുന്നത്. അങ്ങനെ മണ്ടത്തരം സംഭവിച്ചു BJPക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ എന്റെ സമയം ഒന്ന് കടന്നുപോയി, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതുകൊണ്ടാണ്. ശ്രീ നൗഷാദ് അലി, നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇന്ത്യ മുഴുവനുള്ള ജനങ്ങളിലേക്ക് ഡൽഹിയിൽ? അവിടെ എന്നെനിക്ക് മനസ്സിലായില്ല. ഞാൻ നിങ്ങളുമായിട്ടൊരു പൊളിറ്റിക്കൽ കോംപ്രമൈസിന്റെ ആവശ്യം തത്തിൽ അരവിന്ദ് കെജ്രിവാളിന് അവിടെ ലോക്കലി അസംബ്ലിയിൽ ഉണ്ടോന്നാണ്, ഇല്ലാന്നാണ് തോന്നുന്നത്. അല്ല, ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയാണ്. അവിടെ സത്യം പറഞ്ഞാൽ 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് അവിടെ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മളങ്ങനെ വിലയിരുത്താറായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അവിടെ എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയം പുരോഗമിക്കുന്നത് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ ചില കീഴ്വഴക്കങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ ഇപ്പോൾ സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആം ആദ്മിക്കാരൊക്കെ പറയുന്ന ഈ ഒരു ആത്മവിശ്വാസം, കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം 90-85% ഒക്കെ പിന്നെ വോട്ടും സീറ്റും ഒക്കെ നേടി, വോട്ടല്ല സീറ്റ് നേടിക്കൊണ്ട് അവിടെ അധികാരത്തിലെത്തിയിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അത് എത്രത്തോളം ഇത്തവണ ഉണ്ടാകുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടായാലും ഇല്ലെങ്കിലും ഇവിടെ 2013 ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായത് കോൺഗ്രസ് പിന്തുണയോടുകൂടിയായിരുന്നു. BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള സമീപനം ആത്യന്തികമായിട്ട് കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രാഷ്ട്രീയമായിട്ട് വലിയ കൗശലക്കാരെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, രാഷ്ട്രീയമായിട്ട് പാലിക്കേണ്ട ഒരു മര്യാദകളും ചിട്ടവട്ടങ്ങളും ഒട്ടും അറിയാത്ത ഒരാളായിട്ടാണ് അദ്ദേഹം അന്ന് 2013 പെരുമാറിയത്. കാരണം കോൺഗ്രസ് ഇങ്ങനെ പിന്തുണക്കുമ്പോൾ അവരോടൊന്നും കൂടിയാലോചിക്കേണ്ട കാര്യമില്ല, നയരൂപീകരണത്തിൽ അവർക്കൊരു പങ്കുമില്ല, താൻ തൻ്റെ വഴിക്ക് പോകുമെന്ന മട്ടിൽ അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹം അപക്വതയൊക്കെ കാണിച്ചു പോയപ്പോഴാണ് അത് അവിടെ പിന്തുണ പിൻവലിക്കലൊക്കെ ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന്റെ സമയം നന്നായതുകൊണ്ടാവും അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അത് എല്ലാ കാലത്തും അത്തരത്തിലൊരു സീറ്റും ഗുണം ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണണം. എനിക്ക് ഒരു തവണ കൂടി വരാൻ കഴിയാത്തതും എന്റെ സമയം ഒന്ന് കടന്നുപോയി, ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ദയവായി മനസ്സിലാക്കൂല. ഐ എം സോറി. നമുക്ക് ഇനി ഇരിക്കാം. താങ്ക് യു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു